ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആ 100 ആയുസാണ്. ഈ വഴിക്ക് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് കുഞ്ഞേട്ടൻ ഇപ്പൊ തന്നെ പറഞ്ഞ് നാവ് എടുത്തേ ഉള്ളൂ. കുഞ്ഞേട്ടൻ എനിക്ക് ഇരുന്നോളാൻ. ആരാ കോൾ അടിച്ചത്? നോക്കൗട്ടാണ്. ആദ്യം ഒരു പൂശി ഇവനങ്ങോട്ട് പൂശി, ഉറുപ്പിയ 500 അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞേട്ടൻ ഒരു പൂശ അങ്ങോട്ട് പൂശി, ഉറുപ്പിയ 500 അങ്ങോട്ടും പോയി. 500 അങ്ങോട്ട് പോയി, 500 അങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയി. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഞങ്ങളെ ചുരുക്കി പറഞ്ഞാൽ സമാസമം. അതേന്ന് ഞാൻ തോക്കണത് കുഞ്ഞേട്ടനും ഇവൻ തോക്കണത് എനിക്കും. സഹിക്കില്ല. അയ്യോ, ഒരു ചെറുതൊഴിക്കട്ടെ? വേണ്ട. ലേശം. അങ്ങൊന്നും കുടിക്കില്ലെന്ന് അറിയില്ലടാ കണ്ണാലി. വലിയ ആളാവല്ലേട്ടാ. കുടിക്കില്ല എന്ന് അറിഞ്ഞിട്ട് എന്നെ ഒഴിക്കട്ടെ എന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ അപ്പൊ തന്നെ ഞാൻ ഗ്ലാസ് എടുത്ത് മാറ്റില്ലേ കുഞ്ഞേട്ടാ? ചേട്ടന്റെ അനിയൻ തന്നെ. ഒഴിവാക്കാൻ വയ്യാത്തൊരു അത്യാവശ്യം വന്നാലേ അങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുള്ളൂ എന്ന് നന്നായിട്ടറിയാം. ഉള്ളത് വേണ്ട സമയത്ത് എത്തിക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? ആട്ടെ, ഇപ്പൊ എത്രയുണ്ടെങ്കിൽ ഒരു നീക്കുപോക്കാവും. എത്ര ഉണ്ടാവും? എത്രയുണ്ടാവും? നിന്റെ എന്തുണ്ടാ? 5 കാണും. കുഞ്ഞേട്ടന്റെ കയ്യിലോ? എന്റെ കയ്യിൽ അത്ര തന്നെ ഉണ്ടാവും. വീട്ടിൽ വന്നിട്ടേ പോകാവൂ. ഉറപ്പായിട്ടും. എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടം? അറിയണില്ല. എല്ലാവർക്കും സലാം. ചേട്ടാ ചേട്ടാ, ഈ പുള്ളി ഒന്ന് വിളിച്ചോട്ടെ. എന്താ വിളിച്ചോളൂ. 1 മിനിറ്റ് കൊണ്ട് വിട്ടായിരുന്നു. ആ ആയിക്കോട്ടെ. ചേട്ടാ ചേട്ടാ ഇങ്ങോട്ടോ, ഒരു കാര്യം.
എണീറ്റോ? പുലർച്ചയ്ക്കല്ലേ വന്നു കിടന്നത്? ഒന്ന് വിളിക്കൂ. അയ്യോ, ഞാൻ വിളിക്കില്ല, ഉറക്കഭ്രാന്തനാണ്. അതൊന്നും സാരമില്ല, ആ ഉറക്കഭ്രാന്തി ഞാൻ സഹിച്ചോളാം. എന്തെത്ര അത്യാവശ്യം? കേശം കൂടി ചെല്ലണ്ട, ആ മേളക്കാരും കളിക്കാരും ഒന്നും അവിടുന്ന് പോകില്ല, അവരുടെ ആഫീസിൽ കാത്തിരിക്കുക. മോളിച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തോളൂ. ഉം. കേശംകുട്ടി, കേശംകുട്ടി, കേശംകുട്ടി ഒന്ന് എണീറ്റേ. ആ, ഒന്ന് എണീക്കുവാ. അതെ, കണക്കൊന്നും നമ്മൾ ഉദ്ദേശം നിന്നില്ല. താൻ ഏൽപ്പിച്ചത് ഇന്നലെ തീർന്നു. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മറിച്ച ആനക്കാരെയും വെടിക്കെട്ടുകാരെയും ഒക്കെ അയച്ചത്. അത് കഴിഞ്ഞ് നോക്കിയപ്പോ ദേ നിൽക്കണു മേളക്കാരും കളിക്കാരും. ഞാൻ വിചാരിച്ചിട്ട് ഒരു രൂപം കിട്ടുന്നില്ല. താൻ ഇങ്ങനെ തൂങ്ങിയിരിക്കാതെ ആ പെട്ടി തുറന്നൊരു 10 രൂപയുടെ കാശും കൊടുത്തേ. 10 പറഞ്ഞാൽ 1000. 1000? എടോ, മറ്റേ 10. അതുകൊണ്ട് തീരുവോ? അതുകൊണ്ട് തീർക്കാം. അല്ല, ഞായറാഴ്ചയാണ്, ബാങ്കും ഇല്ല. ഇവിടെ ഒന്ന് തപ്പിയാല് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? വഴി ഉണ്ടാക്കാം. മാമ അവന്റെ മോന്ന് കണ്ടിട്ട് കാര്യം നടക്കില്ലേ കുഞ്ഞേട്ടാ? ദേ ആ സബി. അല്ല, ഇതെന്തപ്പ ഇവിടെ? ഞാനും അതാ ചോദിക്കാൻ പോയേ. എന്താപ്പോ ഇവിടെ? ഞാൻ വീട്ടിൽ പോയിരുന്നു. നമ്മുടെ വീട്ടിലാ? അപ്പനെ കണ്ട? ഉം, കുഞ്ഞേലിയെ കണ്ട? കണ്ടു. കണ്ടു. ഞാൻ അത്യാവശ്യമായിട്ട് അന്വേഷിച്ചത് ഇന്നലെ ഉത്സവമായിരുന്നല്ലോ. പൊടിച്ചു വാരിന്നാ കേട്ടത്. ഇല്ലേടാ? പാവർട്ടി പള്ളിയിലെ വെടിക്കെട്ട് ഇതിന്റെ പാതിയെ വരുള്ളൂ എന്ന് കുഞ്ഞേലി പറഞ്ഞത്. ഉവ്വോ? ഞാൻ പറഞ്ഞു വന്നത് വിചാരിച്ചിടത്ത് നിന്നില്ല. കുറച്ച് ആൾക്കാരെ കൂടെ പിരിച്ചുവിടാനുണ്ട്. ഒരു 10 രൂപ വേണം. അയ്യോ, കട ഉള്ള ദിവസം ഇടപാട് പാടില്ലെന്ന അപ്പം പറഞ്ഞേക്കണേ. ആവശ്യം വരില്ല എന്ന് കരുതി പൈസ 3 ബാങ്കിലിട്ടേ. ഇനിയിപ്പൊ എന്താടാ ഒരു വഴി? അത് തന്നെ ഞാനിപ്പോ ആലോചിക്കണേ. എന്താ ഒരു വഴി? അദ്ദേഹം വേറെ എവിടെങ്കിലും പോയി തപ്പട്ടെ, അല്ലടാ? അതല്ലേ നല്ലത്. ഇന്ന് ബാങ്കും ഇല്ല. അതേലോ, കുഞ്ഞേട്ടന് സംഗതിയുടെ ഗൗരവം മനസ്സിലാവണ്ട. പരിപാടി കഴിഞ്ഞിട്ട് പൈസ കിട്ടാണ്ട് ആൾക്കാരെ അമ്പലപ്പറമ്പിൽ കുത്തിയിരിക്കാന്ന്. അയ്യേ, എന്തേ? അത് കഷ്ടല്ലടാ. പിന്നെ ആ, അത് കഷ്ടല്ലടോ. പാവല്ലേ കുഞ്ഞേട്ടാ? ഒരു കാര്യം ചെയ്താലോ? ആ കമ്മത്തിയുടെ കയ്യിൽ നിന്നൊന്ന് മറിച്ചാലോ? എന്റെ ഈശോ, ഉറുപ്പിക്ക് 12 ശവിയുടെ പലിശ. ഒരു മാസത്തേക്ക് ആയാലും ഒരു മണിക്കൂറേക്ക് ആയാലും പറ്റുമോ? എത്രയായാലും വിരോധമില്ല. കാര്യം നടക്കണം. ഒന്ന് ചുറ്റിയിട്ട് ക്ലബിലേക്ക് വന്നോ? ഒരു 11 മണിക്ക്. ആവില്ലാന്ന്. 1 മണിക്ക് മതി. ആ വെടക്കിനൊന്ന് ഓടിച്ചിട്ട് പിടിക്കണ്ടേ? നീ വന്നേ, അപ്പന് സുതി കൊടുത്തിട്ടില്ല. അയ്യോ, അപ്പന് സുതി കൊടുത്തിട്ടില്ല. ആ. എപ്പാ?